കൂടുംപിണികളെ കണ്ണാലൊഴിക്കുന്ന കൂടൽമാണിക്യസ്വാമി, ജീവിത ദുഃഖമാം ഉദരരോഗത്തിനും നീയല്ലോ സിദ്ധൌഷധം എന്ന ഭക്തിഗാനം കവി എസ് രമേശൻ നായരുടേതാണ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തം വരുന്ന സാക്ഷാൽ സംഗമേശ്വര ഭഗവാനെക്കുറിച്ച്. സംഗമേശൻ്റെ സന്നിധി ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഇരിങ്ങാലക്കുട നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെത്തുമ്പോൾ തന്നെ സംഗമേശ്വര സാന്നിധ്യം അനുഭവവേദ്യമാകുന്നു. ഇവിടെ ദേവൻ സംഗമേശ്വരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു. ഇതിനെ മുൻനിർത്തി സംഗമഗ്രാമം എന്നാണ് ഇരിങ്ങാലക്കുടയ്ക്ക് സംസ്കൃത ഭാഷയിൽ പേര്. ചാലക്കുടിപ്പുഴയും കുറുമാലിപ്പുഴയും സംഗമിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇരിങ്ങാലക്കുട എന്നാണ് പഴമക്കാർ വിശ്വസിച്ചു വരുന്നത്. ആ നിലയ്ക്ക് ഇരിങ്ങാലക്കുട ഒരു തീർത്ഥസ്ഥാനമാണ്. അവിടുത്തെ ദേവനാണ് സംഗമേശ്വരനായ ഭരതൻ എന്നാണ് ഐതിഹ്യം. ഇരിങ്ങാലക്കുട എന്ന മലയാള നാമവും ഈ നദീസംഗമത്തിൻ്റെ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നതായി കാണാം. പുരാലിഖിതങ്ങളിൽ ഇരുങ്കാടിക്കൂടൽ എന്നാണ് ഇരിങ്ങാലക്കുടയെ പരാമർശിക്കുന്നത്. രണ്ട് ചാലുകൾ കൂടിച്ചേരുന്ന ഇടം എന്നത്രേ ഈ പദത്തിൻ്റെ അർത്ഥം. രണ്ട് ചാലുകൾക്ക് ഇടയിലുള്ള പ്രദേശം എന്ന അർത്ഥത്തിൽ ഇരുചാൽക്ക് ഇടൈ എന്നും പറഞ്ഞു വന്നിരുന്നു. കേരളത്തിലെ ആദ്യകാല നഗരങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂരിന് അടുത്താണ് ഇരിങ്ങാലക്കുട. 9-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇരിങ്ങാലക്കുട പ്രധാന ജനവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇരിങ്ങാലക്കുട എന്ന പുരാതന സാംസ്കാരിക നഗരത്തിൻ്റെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ആരാധനാലയമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യവും കലയും സാഹിത്യവും ഇഴചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭൂതകാലം അതിവിപുലവും ആകർഷണീയവുമാണ്. മുൻകാല കേരളത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കൂടൽമാണിക്യത്തിൻ്റെ ചരിത്രവും പൈതൃകവും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. കുലീബനി എന്നു പേരുള്ള ഒരു മഹർഷി യാഗം ചെയ്തിരുന്ന ഭൂമിയായിരുന്നു ഇതെന്നാണ് ക്ഷേത്രഭൂമിയെക്കുറിച്ചുള്ള ഒരു പ്രധാന ഐതിഹ്യം. 4 കുളങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം. ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിലൊന്ന് കുലീബനി തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയായിരുന്നു കുലീബനി മഹർഷിയുടെ യജ്ഞശാല എന്ന വിശ്വാസം. കുലീബനി മഹർഷിയുടെ യജ്ഞത്തിനൊടുവിൽ ശ്രീ മഹാവിഷ്ണു യജ്ഞശാലയിൽ പ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യം. ഭഗവാൻ വിഷ്ണു യജ്ഞശാലയിൽ വന്ന് കുലീബനി മഹർഷിയോടൊപ്പം ഇരുന്നു അത്രേ. ഈ സംഭവത്തെ സൂചിപ്പിക്കുന്ന ഇരുന്നു ശാലയിൽ കൂടെ എന്ന പരാമർശത്തിൽ നിന്നാണ് ഇരിങ്ങാലക്കുട എന്ന സ്ഥലപ്പേര് ഉണ്ടായത് എന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലുള്ള ഒരു വലിയ ആൽമരത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പേര് വന്നത് എന്ന് കരുതുന്നവരും കുറവല്ല. വിരിഞ്ഞ ആൽക്കുടൈ ആണ് ഇരിഞ്ഞാലക്കുട ആയതെന്നും പറയപ്പെടുന്നു. നിർമ്മിക്കപ്പെടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച കഥകളും ഇവിടെ പ്രചാരത്തിലുണ്ട്. ഭക്തിയും ചരിത്രവും ചേർന്നുള്ള ആഖ്യാനങ്ങളാണ് ഇത്തരം കഥകളുടെ സവിശേഷത. അക്കാലത്ത് നാട്ടിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്ന വാക്കയിൽ കൈമൾ എന്നയാൾക്ക് ഒരു ദിവസം ഒരു സ്വപ്ന ദർശനമുണ്ടായി. തൊട്ടടുത്ത കടൽ തീരത്ത് ഏതാനും ദിവ്യവിഗ്രഹങ്ങൾ കരയ്ക്കടിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത്. ആ വിഗ്രഹങ്ങളെടുത്ത് ഓരോരോ പ്രദേശങ്ങളിൽ സ്ഥാപിക്കണം എന്നും അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഭഗവാന്റെ നിർദ്ദേശം കിട്ടിയത്രേ. അതനുസരിച്ച് കടൽ തീരത്തേക്ക് ചെന്ന അദ്ദേഹം 4 വിഗ്രഹങ്ങൾ കണ്ടു. അവ സ്വപ്നത്തിലെ നിർദ്ദേശമനുസരിച്ച് വിവിധ ഇടങ്ങളിൽ വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു എന്നതാണ് കഥ. ഇരിങ്ങാലക്കുടയിൽ ഭരതവിഗ്രഹവും തൃപ്രയാറിൽ ശ്രീരാമവിഗ്രഹവും മൂഴിക്കുളം പായിമ്മൽ എന്നീ ഗ്രാമങ്ങളിൽ യഥാക്രമം ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും വിഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ടതായി ഐതിഹ്യത്തിൽ പറയുന്നു. 4 ക്ഷേത്രങ്ങളിലും ദശരഥപുത്രന്മാരായ 4 പേരെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഈ 4 ക്ഷേത്രങ്ങളെയാണ് ഇന്ന് നാലമ്പലം എന്ന് പൊതുവായി വിശേഷിപ്പിക്കപ്പെടുന്നത്. കഥകൾ എന്തുതന്നെയായാലും ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നത് വസ്തുതയാണ്. ക്ഷേത്രത്തിനകത്തു നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങൾ ഇതിന് തെളിവാണ്. ക്ഷേത്രശ്രീകോവിലിൻ്റെ പ്രദക്ഷിണ വഴിയിൽ വടക്കുവശത്തായി കിടന്നിരുന്ന 2 ശിലകളിലെ പുരാലിഖിതങ്ങൾ
അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും 1940കളിൽ അത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ചുമരിൽ സ്ഥാപിച്ച് സംരക്ഷിക്കുകയും ചെയ്തു. താണുരവി ലിഖിതം, ഭാസ്കര നമ്പിരാനാർ ലിഖിതം എന്നീ 2 പുരാലിഖിതങ്ങളാണ് ഇന്ന് ക്ഷേത്ര ചുവരുകളിലുള്ളത്. ചേരമാൻ പെരുമാളുടെ 11ാം ഭരണവർഷത്തിലാണ് താണുരവി ലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടിൽ തന്നെ ഇത് ഒരു വൈദിക ക്ഷേത്രമായി കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് ഈ ക്ഷേത്രം ഒരു ജൈന കേന്ദ്രമായിരുന്നു എന്ന വിശ്വാസവും നിലവിലുണ്ട്. ജൈനമത തീർത്ഥങ്കരനായ ഭരതേശ്വരൻ്റെ ദിഗംബര രൂപത്തിലുള്ള വിഗ്രഹമാണ് കൂടൽമാണിക്യത്തിലേത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മണിപ്രവാളാകൃതിയായ കോകില സന്ദേശത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല എന്നും പരാമർശമുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം കേവലം ഒരു ക്ഷേത്രം എന്നതിലുപരി ഒരു നാടിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിച്ചിരുന്ന അധികാരസ്ഥാനം കൂടിയായിരുന്നു. ക്ഷേത്രത്തെയും അതിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളെയും ചേർത്താണ് ക്ഷേത്രസങ്കേതം എന്ന് വിവക്ഷിക്കുന്നത്. കൂടൽമാണിക്യത്തിൻ്റെ സങ്കേതാതിർത്തി വെള്ളാങ്കല്ലൂരിൽ നിന്നും വടക്കോട്ടും കുറുമാലിപ്പുഴയ്ക്കിൽ നിന്ന് തെക്കോട്ടും കാക്കാതുരുത്തിപ്പുഴയ്ക്കിൽ നിന്ന് കിഴക്കോട്ടും ചാലക്കുടി പുഴയിൽ നിന്ന് പടിഞ്ഞാട്ടും ഉള്ള പ്രദേശമായിരുന്നു. 42 അംഗങ്ങളുള്ള സഭായോഗമായിരുന്നു ക്ഷേത്രഭരണം നിർവഹിച്ചിരുന്ന പരമോന്നത സമിതി. ക്ഷേത്രസങ്കേതം കേവലമായ ഒരു ആത്മീയ കേന്ദ്രം എന്ന നിലയ്ക്കല്ല, മറിച്ച് അതിർത്തിക്കുള്ളിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാര സ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഒരർത്ഥത്തിൽ ക്ഷേത്രസങ്കേതം ഒരു ക്ഷേത്ര രാജ്യം തന്നെയായിരുന്നു എന്നു പറയാം. ഈ സങ്കേതത്തിനുമേൽ അവകാശം ലഭിക്കാൻ രാജ്യങ്ങൾ മത്സരിച്ചിരുന്നു. ഏതു രാജ്യത്തിൻ്റെ കോയ്മ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സങ്കേതത്തിന് തന്നെയായിരുന്നു. പഴയ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടുകൂടി കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ അധികാരികളെ തച്ചുട കൈമളെ നിയമിച്ചിരുന്നത് തിരുവിതാംകൂർ ആയിരുന്നു എന്നത് കൗതുകകരമാണ്. ഒണാട്ടുകര അഥവാ കായംകുളം സ്വദേശിയായ 4 വീട്ടിൽ കുറുപ്പ് എന്നൊരാൾ തൻ്റെ അസുഖം ഭേദമാകുന്നതിനു വേണ്ടി ഭജനമിരിക്കാനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം അവിടെ തുടരുന്ന സമയത്ത് ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്ത് ദേവവിഗ്രഹത്തിൽ അത്യപൂർവമായ ഒരു തേജസ് കണ്ടു. ഇതുകണ്ട ഭക്തജനങ്ങളിൽ ചിലർ ഒരു മാണിക്യകല്ലിൻ്റെ പ്രകാശമാണിതെന്ന് അഭിപ്രായപ്പെട്ടു. ഈ സമയത്ത് ഭജനമിരുന്നിരുന്ന കുറുപ്പ് തൻ്റെ ഭരണാധിപനായ കായംകുളം രാജാവിൻ്റെ കൈവശം ഒരു രത്നമുണ്ട് എന്നും അതുകൊണ്ടുവന്ന് താരതമ്യം ചെയ്തു നോക്കാം എന്നും അഭിപ്രായപ്പെട്ടു. കുറുപ്പിൻ്റെ നിർദ്ദേശം ഊരായ്മക്കാർ അംഗീകരിച്ചു. കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറുപ്പിൻ്റെ കത്തുമായി ഊരായ്മക്കാർ കായംകുളത്തെത്തി. രാജാവിനെ കണ്ട് ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെത്തിക്കാം എന്ന ഉറപ്പിൽ രത്നം വാങ്ങി ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ഇവിടെ എത്തിയ ശേഷം ശ്രീകോവിലിലെ വിഗ്രഹത്തിലെ തേജസ്സുമായി ചേർത്ത് വച്ച് നോക്കിയപ്പോൾ രത്നം തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം ബിംബത്തിലെ തേജസ്സുമായി ലയിച്ചു പോയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. രത്നം ബിംബത്തിൽ ലയിച്ചു പോയതിനാൽ ഇനി മടക്കി തരാൻ സാധിക്കില്ല എന്ന വസ്തുത വ്യസനസമേതം ഊരായ്മക്കാർ കായംകുളം രാജാവിനെ അറിയിച്ചു. രത്നത്തിനു പകരം തനിക്ക് ക്ഷേത്രത്തിൽ ഒരു അവകാശസ്ഥാനം തന്നാൽ മതി എന്ന് രാജാവ് അറിയിക്കുകയും ക്ഷേത്രയോഗം അത് സമ്മതിക്കുകയും ചെയ്തു. ക്ഷേത്രസങ്കേതത്തിൻ്റെ തീരുമാനം കൊച്ചി രാജാവും അംഗീകരിച്ചു. അങ്ങനെ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് നിലകൊള്ളുന്ന കൂടൽമാണിക്യം ക്ഷേത്രസങ്കേതത്തിനു മേൽ കായംകുളം രാജാവിന് അവകാശം കൈവന്നു. ഈ അധികാരം ഉപയോഗിച്ച് കൊല്ലവർഷം 517 കായംകുളം രാജാവ് കുമാരക്കുറുപ്പിനെ തച്ചുടയ കൈമളായി നിയമിച്ചു. ക്ഷേത്രത്തിലെ മരാമത്ത് പണികളുടെ മേൽനോട്ടമായിരുന്നു തച്ചുട കൈമളുടെ ചുമതലയെങ്കിലും പിന്നീടത് വിപുലമായ അധികാരമായി മാറി. 2 മാണിക്യങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നു പോയ ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിന് കൂടൽമാണിക്യം എന്ന പേര് വന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിന്നീട് കായംകുളം രാജ്യത്തിന് രാഷ്ട്രീയാധികാരം നഷ്ടപ്പെടുകയും തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കപ്പെടുകയും ചെയ്തു. ക്ഷേത്രസങ്കേതങ്ങൾ എന്ന ക്ഷേത്രരാജ്യങ്ങളും ഇല്ലാതായി. സ്വാഭാവികമായും തച്ചുടയ കൈമൾ എന്ന സ്ഥാനവും ചരിത്രത്തിൽ നിന്നും മറഞ്ഞു. ഐക്യകേരളം നിലവിൽ വന്ന ശേഷം ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് രൂപീകൃതമായി. ഇപ്പോൾ കൂടൽമാണിക്യം ദേവസ്വം ആണ് ക്ഷേത്രഭരണം
കാര്യക്ഷമമായി നിർവഹിക്കുന്നത്. ഇരിങ്ങാലക്കുട എന്ന നാട് ക്ഷേത്രകലകളുടെ നാട് കൂടിയാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയുടെ ഈ കലാപൈതൃകത്തിന് കാരണം കൂടൽമാണിക്യം ക്ഷേത്രമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ക്ഷേത്രാചാരങ്ങളിൽ സ്ഥാനം നൽകിയും കലാകുടുംബങ്ങളെ പിന്തുണച്ചും കൂടൽമാണിക്യം ക്ഷേത്രം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതായി കാണാം. ശക്തിഭദ്രൻ്റെ ആശ്ചര്യചൂഡാമണി എന്ന നാടകമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പ്രധാനമായും കൂടിയാട്ടമായി അവതരിപ്പിക്കുന്നത്. പ്രസ്തുത നാടകത്തിലെ അങ്കുലിയാങ്കം എന്ന അംഗമാണ് പ്രധാനമായും ആടുന്നത്. രാമൻ്റെ വനവാസവും സീതാപഹരണവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ആശ്ചര്യചൂഡാമണിയിലെ പ്രതിപാദ്യം. രാമപട്ടാഭിഷേകം കഥകളിയും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഇനമാണ്. ക്ഷേത്രത്തിലെ ഉത്സവകാലത്താണ് ശ്രീരാമപട്ടാഭിഷേകം കഥകളി അരങ്ങേറുന്നത്.